നമസ്കാരം. സൈബർ സെക്യൂരിറ്റിയുടെ ലോകത്തേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാൻ പോവുകയാണ്. അതായത് വിൻഡോസ് സർവീസസ്, പ്രോസസ്സസ് എന്നിവയെക്കുറിച്ച് പഠിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഓരോ മൗസ് ക്ലിക്കിന് പിന്നിലും നടക്കുന്ന ആ ഒരു അദൃശ്യ ലോകത്തെ നമുക്ക് പരിചയപ്പെടാം. നിങ്ങൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ ആ പവർ ബട്ടൺ അമർത്തുന്ന നിമിഷം സത്യത്തിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാമല്ലേ? നിങ്ങളുടെ മെഷീൻ ബൂട്ട് ചെയ്യുമ്പോഴെല്ലാം ജീവൻ വയ്ക്കുന്ന ആ ഒരു മറിഞ്ഞിരിക്കുന്ന ലോകത്തേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. അതായത് നമ്മൾ കാണുന്ന ഈ ഡെസ്ക്ടോപ്പിനും ഐക്കണുകൾക്കുമൊക്കെ താഴെ ഭയങ്കര തിരക്കേറിയൊരു ലോകം തന്നെയുണ്ട്, ഒരു സിറ്റ് പോലെ. നമ്മൾ കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾക്കും ഇത് വളരെ അത്യാവശ്യമാണ്. അപ്പോ നമുക്ക് ആ സിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ജോലിക്കാരെ പരിചയപ്പെടാം. അവരാണ് എപ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിൻഡോസ് സർവീസസ്. അപ്പോ എന്താണ് ഈ വിൻഡോസ് സർവീസ് എന്ന് പറഞ്ഞാൽ? വളരെ സിമ്പിളാണ്. ഇത് സിസ്റ്റം ഓൺ ആവുമ്പോൾ തന്നെ തനിയെ സ്റ്റാർട്ടാവുന്ന ഒരു പ്രോസസ്സാണ്. ഇതിന് നമ്മുടെ, അതായത് യൂസറിന്റെ ഒരു ഇൻട്രാക്ഷനും വേണ്ട. നമ്മൾ ലോഗ് ഓഫ് ചെയ്താൽ പോലും ഇത് പണി നിർത്തില്ല, പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഉദാഹരണത്തിന്, നമ്മുടെ കമ്പ്യൂട്ടറിന് നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാനും പ്രിന്ററിലേക്ക് പ്രിന്റ് അയക്കാനും ഒക്കെ സഹായിക്കുന്ന സർവീസുകൾ. ഇതൊക്കെ എപ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇനി ഈ സർവീസുകളെയൊക്കെ നമുക്ക് എവിടെ പോയി കാണാൻ പറ്റും? അതിനൊരു ടൂളുണ്ട്, services.msc. റണ്ണിൽ പോയി services.msc എന്ന് ടൈപ്പ് ചെയ്താൽ മാത്രം മതി. സർവീസ് കൺട്രോൾ മാനേജർ ഇതുപോലെ ഓപ്പണായി വരും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിലുള്ള എല്ലാ സർവീസുകളിലേക്കുമുള്ള ഒരു ജനലാണിത്. ഇവിടെ നോക്കിയാൽ നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാണാം. ഓരോ സർവീസിനും ഒരു പേരുണ്ടാകും, പിന്നെ അത് എന്താണ് ചെയ്യുന്നത് എന്നതിന്റെ ഒരു ഡിസ്ക്രിപ്ഷനും. സ്റ്റാറ്റസ് എന്ന കോളം നോക്കൂ, അത് റണ്ണിംഗ് ആണോ സ്റ്റോപ്ഡ് ആണോ എന്ന് ഇവിടെ കാണാം. പിന്നെ ഈ സ്റ്റാർട്ടപ്പ് ടൈപ്പ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓട്ടോമാറ്റിക് ആണെങ്കിൽ കമ്പ്യൂട്ടർ ഓൺ ആവുമ്പോൾ തന്നെ ഇത് സ്റ്റാർട്ടാവും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ലോഗ് ഓൺ ആസ് എന്ന കോളം. അതായത് ഏത് യൂസർ അക്കൗണ്ടിന്റെ പെർമിഷനിലാണ് ഈ സർവീസ് പ്രവർത്തിക്കുന്നതെന്ന്. ചില സർവീസുകൾക്ക് വളരെ ഉയർന്ന അധികാരങ്ങളുണ്ടാവും. അതുകൊണ്ട് തന്നെ ഹാക്കർമാർ എപ്പോഴും നോട്ടമിടുന്ന ഒരിടം കൂടിയാണത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ ഇത് ഭയങ്കര ക്രിട്ടിക്കലാണെന്ന്. ഈ സർവീസുകളുടെ പെർമിഷൻസ് ഒന്നും ശരിയായിട്ടല്ല കോൺഫിഗർ ചെയ്തിരിക്കുന്നതെങ്കിൽ അത് അറ്റാക്കർമാർക്ക് സിസ്റ്റത്തിലേക്ക് നുഴഞ്ഞു കയറാനുള്ള ഒരു എളുത്തുവഴിയായി മാറും. ഇതിനെയാണ് നമ്മൾ പ്രിവിലേജ് എസ്കലേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു സാധാരണ യൂസറായി സിസ്റ്റത്തിൽ കയറിപ്പറ്റി പിന്നെ പതിയെ അഡ്മിനിസ്ട്രേറ്ററുടെ ഫുൾ കൺട്രോൾ കൈക്കലാക്കുന്ന പരിപാടി. ശരി, സർവീസുകൾ മനസ്സിലായി. ഇനി നമുക്ക് നമ്മുടെ ആ സിറ്റിയിലെ ട്രാഫിക് ഒന്ന് നോക്കാം. അതായത് നമ്മൾ പ്രോസസ്സസ് എന്ന് വിളിക്കുന്ന ആക്റ്റീവ് ടാസ്കുകൾ. ഇത് മിക്കവാറും നിങ്ങൾക്കെല്ലാവർക്കും പരിചയമുണ്ടാകും അല്ലേ? നമ്മുടെ ടാസ്ക് മാനേജർ. ഇവിടെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം തനിയെ സ്റ്റാർട്ട് ചെയ്യുന്നതും നമ്മളൊരു ബ്രൗസറോ ഗെയിമോ ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്നതുമായ എല്ലാ പ്രോസസ്സുകളും ലിസ്റ്റ് ചെയ്യുന്നത്. ഈ സ്ലൈഡ് നോക്കിയാൽ സർവീസുകളും പ്രോസസ്സുകളും തമ്മിലുള്ള വ്യത്യാസം നല്ല ക്ലിയർ ആവും. ഞാൻ നേരത്തെ പറഞ്ഞ അനാലോഗിയെ ഒന്നുകൂടി ഓർക്കാം. സർവീസുകൾ എന്ന് പറയുന്നത് എപ്പോഴും ഓൺ ആയിരിക്കുന്ന ഒരു പവർ പ്ലാന്റ് പോലെയാണ്. എന്നാൽ പ്രോസസ്സുകളോ, അത് നമ്മൾ ആവശ്യത്തിന് ഓണും ഓഫും ചെയ്യുന്ന വീട്ടിലെ ലൈറ്റുകൾ പോലെയാണ്. ആ ഒരു വ്യത്യാസമാണ് മെയിനായിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ കുറച്ചുകൂടി സീരിയസ് ആയ ഒരു ഏരിയയിലേക്ക് കടക്കുകയാണ്. ഒരു ഹൈ സെക്യൂരിറ്റി സോൺ എന്ന് തന്നെ പറയാം. ഏതൊരു സൈബർ സെക്യൂരിറ്റി സ്റ്റുഡന്റും ഉറപ്പായും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രോസസ്സുണ്ട്, LSSS. ഈ കാണുന്ന പ്രോസസ് LSS.exe. ഇതാണ് നമ്മുടെ സിസ്റ്റത്തിലെ മുഴുവൻ സെക്യൂരിറ്റി പോളിസികളും നടപ്പിലാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആൾ. ഇതിന്റെ ഫുൾ ഫോം ലോക്കൽ സെക്യൂരിറ്റി അതോറിറ്റി സബ് സിസ്റ്റം സർവീസ് എന്നാണ്. എന്തുകൊണ്ടാണ് LSSSന് ഇത്രയും പ്രാധാന്യമെന്ന് ചോദിച്ചാൽ ഉത്തരം സിമ്പിളാണ്. അറ്റാക്കർമാരുടെ കണ്ണിൽ ഇതൊരു നിധിയാണ്. കാരണം യൂസർ പാസ്വേഡുകളും മറ്റു ക്രെഡൻഷ്യലുകളും മെമ്മറിയിൽ നിന്ന് നേരിട്ട് മോഷ്ടിക്കാൻ പറ്റിയൊരിടമാണിത്. ഈ പാസ്വേഡുകൾ കിട്ടിയാൽ പിന്നെ അവർക്ക് ആ നെറ്റ്വർക്കിലെ മറ്റു കമ്പ്യൂട്ടറുകളിലേക്കും എളുപ്പത്തിൽ കടന്നുകയറാം. അതായത് നമ്മൾ ലോഗിൻ ചെയ്യുന്ന ഓരോ തവണയും നമ്മുടെ ഡിജിറ്റൽ ഐഡന്റിറ്റി കൈകാര്യം ചെയ്യുന്നത് ഈ LSSA ആണ്. അതുകൊണ്ട് ഇതിന്റെ സംരക്ഷണം പരമപ്രധാനമാണ്. യൂസർ ലോഗിനുകൾ വെരിഫൈ ചെയ്യുക, ആക്സസ് ടോക്കണുകൾ ക്രിയേറ്റ് ചെയ്യുക, പാസ്വേഡ് മാറ്റങ്ങൾ മാനേജ് ചെയ്യുക, ഇതെല്ലാം ഇതിന്റെ ജോലിയാണ്. അപ്പോ ഈ LSSS പോലുള്ള ക്രിട്ടിക്കൽ പ്രോസസ്സുകളെയും മറ്റ് സർവീസുകളെയും ഒക്കെ നിരീക്ഷിക്കാനും അനലൈസ് ചെയ്യാനും നമുക്ക് ചില പ്രത്യേക ടൂളുകൾ വേണമല്ലേ? ശരി, അപ്പോൾ നമുക്കൊരു സൈബർ സെക്യൂരിറ്റി ഇൻവെസ്റ്റിഗേറ്ററുടെ ടൂൾ കിറ്റിലേക്ക് ഒന്ന് നോക്കാം.
നമ്മുടെ ആദ്യത്തെ ടൂൾ എല്ലാവർക്കും അറിയാവുന്ന ടാസ്ക് മാനേജർ തന്നെ. സിസ്റ്റത്തിന്റെ ഒരു ബേസിക് ഓവർവ്യൂ കിട്ടാൻ ഇത് ധാരാളമാണ്. ഈ കാണുന്ന വഴികളിലൂടെയൊക്കെ നിങ്ങൾക്കിത് എളുപ്പത്തിൽ ഓപ്പൺ ചെയ്യാം. പക്ഷെ കുറച്ചുകൂടി ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണമെങ്കിൽ പ്രൊഫഷണലുകൾ ഉപയോഗിക്കുന്ന ഒരു കിടിലൻ ടൂൾ കിറ്റ് ഉണ്ട്. മൈക്രോസോഫ്റ്റിന്റെ സിസ് ഇന്റേണൽ സ്യൂട്ട്. ഇത് ഫ്രീ ആണ്, പക്ഷെ ഭയങ്കര പവർഫുൾ ആണ്. ഈ സ്യൂട്ടിലെ ഒരു സ്റ്റാർ ടൂളാണ് പ്രോസസ് എക്സ്പ്ലോറർ. ഇതിനെ ടാസ്ക് മാനേജർ ഓൺ സ്റ്റിറോയിഡ്സ് എന്ന് തന്നെ പറയാം. കാരണം ഒരു പ്രോസസ്സ് ഏതൊക്കെ ഫയലുകളെയാണ് ഉപയോഗിക്കുന്നത്, അത് വേറെ ഏതൊക്കെ പ്രോസസ്സുകളെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൽ കാണാൻ പറ്റും. ടാസ്ക് മാനേജറിനേക്കാൾ എത്രയോ അധികം വിവരങ്ങൾ ഇത് നമുക്ക് തരും. ഈ സ്യൂട്ടിലുള്ള മറ്റ് 2 പവർഫുൾ ടൂളുകളാണ് പ്രോഗ്ഡംപും പ്രോസസ് മോണിറ്ററും. ഒരു പ്രോസസ്സ് എങ്ങാനും ക്രാഷായാൽ ആ സമയത്ത് അതിന്റെ മെമ്മറിയിൽ എന്തായിരുന്നു എന്ന് പരിശോധിക്കാൻ പ്രോഗ്ഡംപ് നമ്മളെ സഹായിക്കും. അതേസമയം ഒരു പ്രോഗ്രാം ഏതൊക്കെ ഫയലുകൾ ഓപ്പൺ ചെയ്യുന്നു, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നു എന്നൊക്കെ ലൈവായിട്ട് കാണാൻ പ്രോസസ് മോണിറ്റർ ഉപയോഗിക്കാം. മാൽവെയർ അനാലിസിസിനും സിസ്റ്റം ട്രബിൾ ഷൂട്ടിങ്ങിനുമൊക്കെ ഇതൊരു രക്ഷയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ യാത്രയിൽ നിന്ന് നമ്മൾ പഠിച്ച പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പെട്ടെന്നൊന്ന് നോക്കാം. സർവീസുകളെന്ന് പറയുന്നത് എപ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നവരാണ്. പ്രോസസ്സുകൾ നമ്മളും നമ്മുടെ ആപ്പുകളും റൺ ചെയ്യുന്ന ആക്റ്റീവ് ടാസ്കുകളാണ്. LSSS നമ്മുടെ പാസ്വേഡുകൾ സംരക്ഷിക്കുന്ന ഒരു ക്രിട്ടിക്കൽ സെക്യൂരിറ്റി പ്രോസസ്സാണ്. ബേസിക് മോണിറ്ററിംഗിന് ടാസ്ക് മാനേജർ ഉപയോഗിക്കാം, പക്ഷെ ഡീപ്പ് അനാലിസിസിന് സിസ് ഇന്റേണൽ സ്യൂട്ടാണ് ബെസ്റ്റ്. ശരി, ഇപ്പോൾ നിങ്ങൾക്ക് സർവീസുകൾ എന്താണെന്നറിയാം. പക്ഷേ ഒരു സെക്യൂരിറ്റി പ്രൊഫഷണലിന്റെ അടുത്ത ചോദ്യം എപ്പോഴും ഇതായിരിക്കും: ഇതിനെ എങ്ങനെ മുതലെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ തകർക്കാൻ കഴിയും? അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ അടുത്ത ഭാഗത്തിൽ വിൻഡോസ് സർവീസ് പെർമിഷൻസ് എങ്ങനെയാണ് അറ്റാക്കർമാർ ദുരുപയോഗം ചെയ്യുന്നതെന്ന് നമ്മൾ വിശദമായി നോക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.